ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ ഇഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളക്കേസിൽ സുപ്രീം കോടതി നേരത്തെ ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞിരുന്നു. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, നേരത്തെ ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞിരുന്നു. ഇപ്പോൾ ഇഡിക്ക് മുന്നിലേക്ക് ജയശ്രീ എത്തുകയാണ്. ചോദ്യം ചെയ്യൽ ആരംഭിച്ചോ? അക്ഷയ, കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിൽ അല്പം മുമ്പാണ് ദേവസ്വം ബോർഡിന്റെ മുൻ സെക്രട്ടറിയായ എസ് ജയശ്രീ ഹാജരായത്. ഇവർക്ക് ഇതിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണത്തിനായിട്ടാണ് ജയശ്രീയോട് ഇ.ഡി. ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനുള്ള നിർണായകമായ ദേവസ്വം ബോർഡിന്റെ തീരുമാനം അത് ഉത്തരവായി ഇറക്കിയത് എസ് ജയശ്രീ ആയിരുന്നു. ആ ദേവസ്വം ബോർഡ് യോഗത്തിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി ഒരു വാചകം കൂടി ആ ഉത്തരവിൽ എഴുതി ചേർക്കപ്പെട്ടിരുന്നു. അതായത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടണം, ദ്വാരപാലക ശില്പങ്ങൾ. ആ വാചകമാണ് ജയശ്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുരുക്കായി ഈ കേസിൽ നിൽക്കുന്നത്. അത് നേരത്തെ ഹൈക്കോടതി അടക്കം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് എസ് ജയശ്രീ ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ളത്. SIT അന്വേഷിക്കുന്ന കേസിൽ എസ് ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരിക്കുകയാണ്, തൽക്കാലത്തേക്ക് തടഞ്ഞിരിക്കുകയാണ്. അവരുടെ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ്. ഇത് മറ്റൊരു കേസാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലുള്ളത് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസാണ്. അവിടെയാണ് എസ് ജയശ്രീ ഇപ്പോൾ ഇ.ഡി. ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. അവരെ ഇ.ഡി. ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചിലരെ കൂടി ഇന്ന് വിളിച്ചു വരുത്തുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഞാൻ അടുത്ത ചോദിക്കാനിരിക്കുന്നത് അത് തന്നെയായിരുന്നു. ഇ.ഡിയുടെ അടുത്ത നീക്കം ആരിലേക്കൊക്കെ ആയിരിക്കും എന്നുള്ളത്. അക്ഷയ, ഇന്ന് തന്നെ ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം വാങ്ങി അത് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനിൽ എത്തിച്ചു നൽകിയ കൽപേഷ്, അയാൾ ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയാണ്. അയാളെ കൂടി ഇന്ന് ചോദ്യം ചെയ്യാൻ ഇ.ഡി. വിളിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അയാൾ ഹാജരാകുമോ ഇല്ലയോ എന്നത് അല്പസമയത്തിനകം അറിയാൻ കഴിയും. നാളെയാണ് നടൻ ജയറാമിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളെല്ലാം തന്നെ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർണായക നീക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ എസ് ജയശ്രീയെ ജയശ്രീ ഇ.ഡിയുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നു. സുപ്രീം കോടതി നേരത്തെ അറസ്റ്റ് തടഞ്ഞിരുന്നു ജയശ്രീയുടെ. ബിനിൽ വിവരങ്ങൾ നൽകിയത്.